എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കിയാട്ടോ ഞാൻ പറയാൻ പോണേ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും ചാനലിൽ കയറി കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഇടൂ കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് ചന്ദ്രമതിയും സുധിയും മാമ എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയം പുറകിൽ നിന്ന് സച്ചി വിളിച്ചു അവിടെ ഒന്ന് നിൽക്കാൻ പറയാണ്. കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടിപ്പോയാൽ എങ്ങനെ ശരിയാവുന്നേ, എന്റെ പൈസ തന്നിട്ട് പോകാൻ പറയാണ്. ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, പൈസയോ? ഇപ്പൊ എവിടുന്ന് പൈസ തരാനടാ, എന്റെ പൈസ ഇല്ലാന്നുള്ള കാര്യം നിനക്കറിയാലോ, പിന്നെന്താന്ന് ചോദിക്കാണ്. എടാ ആ പൈസയുടെ കാര്യമല്ല പറഞ്ഞേ, 50 ലക്ഷത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. ഇപ്പൊ ഇവിടം വരെ വണ്ടി ഓടി വന്നില്ലേ, ആ വണ്ടിക്കൂലി വന്നിട്ട് പോകാനാ പറഞ്ഞേ. ചന്ദ്രമതി ചേട്ടന്ന് ചോദിച്ചു, വണ്ടിക്കൂലി? നീ എന്താ സച്ചി പറയണേ, നിന്റെ ചേട്ടന്റെ കല്യാണം ഇല്ലെന്ന് ചോദിക്കും. ചേട്ടനെയും ബന്ധം വേറെ. അതെ, കാറിന് ചുമ്മാ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. പെട്രോൾ ഒഴിക്കണ സ്ഥാനത്ത് പെട്രോൾ തന്നെ ഒഴിക്കണം, അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. വണ്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ പൈസ തന്നിട്ട് പോയാൽ മതി എന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ തന്നാ മതിയോ എന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, അച്ഛൻ തരുമൊന്നും വേണ്ട, ഇവര് തട്ടേന്ന് പറയണം. ചന്ദ്രമതി പെട്ടെന്ന് ഭയന്ന് പൈസ എടുത്തു. എടാ ഇതിനുള്ള പൈസ പോലും നിന്റെ ഇല്ലേ സുധീന്ന് ചോദിക്കണം. വലിയ ജോലിക്കാരനാണ് പോലും, അങ്ങനെ പൈസ മേടിക്കുകയാണ്. സച്ചി അങ്ങോട്ട് പൈസ പിടിച്ചു. ചന്ദ്രമതി പറഞ്ഞു, ഇതിനേക്കാളും പേര് നല്ല കാർ വല്ലതും വിളിച്ചോണ്ട് വരായിരുന്നു. ഒരു പേട്ട് വണ്ടിക്ക് ഇത്രയും രൂപ, എന്ത് ചെയ്യാനാ, ഒരു വലിയ വണ്ടി അതിന് വിളിച്ചാൽ മതിയായിരുന്നു. പെട്ടെന്ന് സച്ചി ചോദിച്ചു, ഈ വലിയ വണ്ടി എന്ന് ഉദ്ദേശിച്ചത് എന്ത് വണ്ടിയാ? വല്ല ട്രാക്ടറോ വല്ല ക്രെയിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണോന്ന് ചോദിക്കുകയാണ്. ഇതേ മിണ്ടല്ലോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ്. വാസുതി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ക്ഷേത്രത്തെ മുന്നിൽ തന്നെ കടയുണ്ടല്ലോ, രേവതിയുടെ കടയുണ്ട്. അപ്പൊ രേവതി കിട്ടിയ സമയത്തിന് ഓടിപ്പോയി മാല ഓർക്കുന്നുണ്ടായിരുന്നു. മാല കൊടുത്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു കല്യാണമാല. ഈ കാഴ്ച കൊണ്ടാണ് അങ്ങോട്ട് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, അല്ല ഇന്നും കട തുറന്നു വെച്ചേക്കുവാണോന്ന് ചോദിക്കുക. പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞ്, കട അടച്ചിടാൻ പറ്റില്ലോ. ഓ വലിയ കടയല്ലേ എന്ന് വെച്ചാ, ഒരിച്ചിരി പൂക്കടം വെച്ചോണ്ട് മനുഷ്യരുടെ നാണം കെടുത്താനായിട്ട്. അല്ല ബന്ധുക്കാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനായിട്ടായിരിക്കും കടയും തുറന്നു വെച്ചിരിക്കുന്നത് അല്ലേന്ന് ചോദിക്കുക. കലാവതി മുത്തശ്ശി പറഞ്ഞിട്ട്, നിനക്ക് എന്താ ചന്ദ്രേ, അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്, നീ എന്തിനാ അവരെ തടസ്സപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക. ഒരു ജോലി ചെയ്യുന്നു, ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്കാ കുറച്ചില്. എന്റെ മകന്റെ ഭാര്യയുടെ ആൾക്കാരിങ്ങനെ പൂമാലയും കെട്ടിക്കൊണ്ട് ഈ പുറത്ത് തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് നാണക്കേടാന്ന് പറയാം. ഇത് കേട്ടപ്പം സച്ചിക്ക് അങ്ങോട്ട് തേച്ചില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട അടച്ചിടാൻ പാകത്തിന് വലിയൊരാളുടെ കല്യാണമല്ലേ നടക്കുന്നേ. പറയുന്നില്ല, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മകന്റെ കല്യാണം നടക്കുന്ന സമയത്ത് ഈ പരിസരത്തോടെ എല്ലാരും കടയടച്ചിടണം, അത്ര വലിയ ആളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ദേവുവിനെ അങ്ങോട്ട് ചിരിവന്നു. ദേവു ചിരിക്കുക. പെട്ടെന്ന് ലക്ഷ്മി ചിരിക്കാതെ ദേവു എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ വഴക്ക് പറയാണ്. ചന്ദ്രമതിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, നീ സുധിയുടെ കല്യാണം നടത്താൻ വന്നല്ലേ, കല്യാണം നടത്തിയിട്ട് പോകാൻ നോക്ക. ഇവര് കട തുറക്കോ കട തുറക്കാതിരിക്കോ അത് അവരുടെ ഇഷ്ടം. അവരവരുടെ ജോലി ചെയ്യുന്നതിന് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അങ്ങനെ പറ അച്ചമ്മേന്ന് സച്ചി പറയാണ്. രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടു. വാ ബാമേ നമുക്ക് അങ്ങോട്ട് കയറി പോവാന്ന് പറഞ്ഞ് ബാമേനെ വിളിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയം ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. ശ്രീകാന്ത് ദേവിനോട് ചോദിച്ചു, അല്ല ദേവു ഇന്ന് കോളേജിൽ പോയില്ലേ നിൽക്കുക? എങ്ങനെ കോളേജിൽ പോകാനാന്ന് ചോദിക്കുകയാണ്. ഇന്നിവിടെ കല്യാണം അല്ലേ നടക്കണേ. ഈ സമയത്ത് അങ്ങോട്ട് ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, തിരിച്ചു വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി, നന്നായിട്ട് മാല കെട്ടണം കേട്ടോ, പൈസ തരുന്നാന്ന് പറയാണ്. ഇത് കേട്ടാൻ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അതെ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇപ്പൊ ഈ മാല കെട്ടുന്നേ, ഞങ്ങളുടെ വീട്ടിലൊരാളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഞങ്ങൾ പൈസ മേടിച്ചല്ല മാല കെട്ടാറുള്ളൂ എന്ന് പറയാണ്. ചന്ദ്രമതിക്ക് മുഖത്തടിയേറ്റ പോലെ പോയി. ഇത് കേട്ടോണ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ, നീ എന്താ വിചാരിച്ചേ, നിന്നെ പോലെ അല്ലായിരുന്നോ? പക്ഷെ പൈസയ്ക്ക് ഇച്ചിരി കുറവുണ്ടെന്ന് ഓർത്തോണ്ട് ഇവർക്ക് അഭിമാനത്തിന് കുറവൊന്നുമില്ല, മനസ്സിലായല്ലോ. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്, പോകാൻ പറയണം. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് വീണ്ടും അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണം. അങ്ങനെ അകത്ത് ഇന്നിപ്പോ തിരുമേനി കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുമായിരുന്നു. കലാവതി മുത്തശ്ശി രവീന്ദ്രനും എല്ലാവരും കൂടെ അങ്ങ് ചെന്നു. പിന്നീട് ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു, അതെ തിരുമേനി കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരത്തില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണമെന്ന് പറയണം. ശരിയെന്ന് പറയാം. കലാവതി മുത്തശ്ശി ചോദിച്ചു, ഇനി എന്തെങ്കിലും വാങ്ങാണ്ടോന്ന് ചോദിക്കണം. എല്ലാം ഉണ്ട്, ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് പറയണം. ഈ സമയത്ത് ശ്രീകാന്തിനോട് ദേവി ചോദിച്ചു, അല്ല കക്ഷി വന്നിട്ടില്ലേന്ന് എനിക്ക്. ആര്? അല്ല വർഷ വന്നിട്ടില്ലേന്ന്. വർഷോ വിളിച്ചിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല. ഞാൻ പിന്നെ അത്ര കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല വരാനായിട്ട്. പറയാൻ പറ്റില്ലോ, ഇനി കല്യാണ സമയത്തെങ്ങാനും സുതി മുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാണം കെടുവില്ലെന്ന് ചോദിക്കാണ്. ഇത് കേട്ട് എല്ലാരും കൂടെ ചിരിക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുക, ഇതെങ്ങാനും ഇനി നിന്നെ അമ്മ കേട്ടിട്ടുണ്ടേ മതി, അത് വലിയ പ്രശ്നമാവെന്ന് പറയാണ്. പിന്നീട് രേവതിയും കൂടെ അവിടെ നിന്ന് മാല കുറക്കുക. ഈ സമയത്ത് പുള്ളിക്കാരത്തി ചോദിച്ചു, ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല ഇപ്പൊ സച്ചിക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ മോളെ നീക്കണം. അതേമേ, അച്ഛമ്മയുടെ വീട്ടിൽ വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ട് ആൾക്ക്. ഞാൻ പറഞ്ഞില്ലേ മോളെ എല്ലാം ശരിയാകൂന്ന്.
അധികം വൈകാതെ സച്ചി നിന്നെ സ്നേഹിക്കും. കണ്ടു, എനിക്കറിയായിരുന്നു സച്ചിയുടെ മനസ്സ് നല്ലതാന്ന്. അങ്ങനെ അകത്ത് പോയി കുറെ സമയം കഴിഞ്ഞിട്ടും സുധീനെ കാണാതെ വന്നപ്പം ബാമയും ചന്ദ്രമതി പുറത്തേക്ക് വരുവാണ്. ചന്ദ്രമതി ബാമയോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, എനിക്കാണ് പുറത്തിറങ്ങി വന്ന് നിൽക്കാൻ തന്നെ നാണക്കേടാ. കണ്ടില്ലേ, പൂ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ. ബാമ പറഞ്ഞു, നീ എന്തിനാ അവരെ നോക്കുന്നത്? പിന്നെ നോക്കാതെ എന്റെ വിധി അല്ലാതെ എന്ത് പറയാനാ? എന്റെ അച്ഛനെ പറഞ്ഞാൽ മതി. അതെന്തിനാ അങ്ങനെ? അല്ല, എന്നെ ഒരു KSRTC ഡ്രൈവറെ കൊണ്ട് കെട്ടിച്ചു, അതുകൊണ്ടാണല്ലോ ഈ അവസ്ഥയൊക്കെ ഉണ്ടായത്. ആ KSRTC ഡ്രൈവറെ കൊണ്ട് കെട്ടിച്ചോണ്ടാണല്ലോ അയാൾ ഇടിച്ച വണ്ടി ഇടിച്ച് ഇവരുടെ അച്ഛൻ മരിച്ചോണ്ടാണല്ലോ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല, പിന്നെ ഈ അവസ്ഥ വരുമായിരുന്നു എന്ന് ചോദിക്കും. ഒന്നും മിണ്ടാതിരിക്കുക, ശ്രുതി വരുന്നുണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് വാതക്കിലേക്ക് വന്ന് നിൽക്കുക. കുറെ സമയം നോക്കിയിട്ടും ശ്രുതിനെ കണ്ടില്ല. ഈ സമയത്തൊന്ന് അകത്തുനിന്ന് രവീന്ദ്രൻ വന്നിട്ടിച്ചു, അല്ല ശ്രുതി ഇതിലായിട്ടും വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. വന്നിട്ടുണ്ടെങ്കിൽ കാണത്തില്ലേ, ഇതിലായിട്ടും വന്നില്ല എന്ന് പറയാം. ആ സമയത്ത് അശോകനും കൂടെ അങ്ങോട്ട് വന്നു. അശോകനെ കണ്ട, ആ എന്താ ബിന്ദുവിനെ കൊണ്ടുവന്നില്ലേ അശോകാന്ന് ചോദിക്കണം രവീന്ദ്രൻ. ഇല്ല, ബിന്ദുവിന് വരാൻ പറ്റിയില്ല എന്ന് പറയാം. ചന്ദ്രമതി ഒരു പുച്ഛഭാവത്തിന് അശോകനെ കണ്ട് വലിയ മൈൻഡൊന്നും ഇല്ല. അപ്പൊ പെണ്ണ് വന്നില്ലേന്ന് ചോദിക്കുമ്പോ വന്നില്ല, ഇപ്പൊ തന്നെ വരൂന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കാത്തുകിട്ട് നിൽക്കുക. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ചെറിയ ടെൻഷനൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ശ്രുതിയും മീരയും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ടെൻഷനാണ് ശ്രുതിക്ക്. കാറിലിരിക്കും പുറകോട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പെട്ടെന്ന് മീര ചോദിച്ചു, നീ എന്തിനാ ശ്രുതി ഇങ്ങനെ പുറകോട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണേന്ന് ചോദിക്കുക. അല്ല, എനിക്ക് പേടിയുണ്ട്. എന്തിനാ പേടി? അവൻ എന്നെ ഫോളോ ചെയ്യുമോന്ന്. പുറകിൽ ആരൊക്കെയോ വരുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുക. അതൊക്കെ നിന്റെ വെറുതെ തോന്നലല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ഇതേ ചുമ്മാ ഓരോ ടെൻഷനൊക്കെ അടിച്ച് ഇന്ന് കല്യാണം ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം. കുറച്ച് ദൂരം കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിക്കുകയാണ് സുധിയുടെ. നോക്കിക്കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത നമ്പർ. ഇത് ഏത് നമ്പരാ, ആരാ വിളിക്കണമെന്ന് മീരി ചോദിക്കും. അറിയത്തില്ല ആരാന്ന്. കോൾ എടുക്കാൻ പറയണം. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങേ തലയ്ക്കുന്ന് ദാസിന്റെ ശബ്ദമാ, മാഡത്തിന്റെ പിയുടെ. ആഹാ, കല്യാണപ്പെണ്ണ് ഒരുങ്ങിക്കിട്ടി പോവായിരിക്കും അല്ലേ? ചെല്ല് പെട്ടെന്ന് ചെല്ല്, നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറയാ. ഇത് കേട്ടപ്പോ നീ എന്തിനാ ഈ സമയത്ത് വിളിച്ചേ? എനിക്ക് അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ. നിന്റെ കല്യാണ മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു ദിവസങ്ങളായിട്ട്. അങ്ങനെ ഞാൻ കാത്തുകാത്തിരുന്ന നിമിഷമാണ് വന്നിരിക്കുന്നത്. നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് അയാളും കൂടെ കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു. പെട്ടെന്ന് ശ്രുതിക്ക് ഭയങ്കര വെപ്രാളം. എന്താ മീര ചോദിച്ചാൽ എന്താന്ന് ചോദിക്കണം. അതെ, വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറയാ. ഡ്രൈവർ ആദ്യം വണ്ടി നിർത്തില്ല. വണ്ടി നിർത്താനല്ലേ പറഞ്ഞെന്ന് ചോദിക്കണം. വണ്ടി നിർത്തി കഴിയുമ്പോൾ ശ്രുതി പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ. മീര പുറകെ ഇരുന്നിട്ട്, നീ എങ്ങോട്ടാ പോണേ? അതെ, എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയണേ. നീ എന്താ പറയണേ? അതെ, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും വന്നാൽ വിവാഹം മുടക്കും. എല്ലാവരും മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അവനെ ഇപ്പൊ വിളിച്ചത്, അവന്റെ ആ വിളിയില് ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി ആ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് വയ്യ മീര, ഞാൻ തിരികെ പോവാന്ന് പറയണം. നീ തിരികെ പോയി ശരിയാവുമോ? അവിടെ എല്ലാം ഒരുക്കങ്ങളായിട്ട് അവരെല്ലാം കാത്തിരിക്കുമല്ലേ. ഇന്ന് ഞാൻ സുധീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നീ എന്തൊക്കെയായി പറയണേ? അങ്ങനെ വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണോ അത്? ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ. ഒന്നും സംഭവിക്കാതിരിക്കും. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറയണം. പക്ഷെ മീര പറയുന്നത് ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് കാത്തുനിന്ന് കുറെ സമയമായിട്ട് മടുത്തു. അവർക്ക് ഭയങ്കര അസ്വസ്ഥയായി തുടങ്ങി. ചന്ദ്രമതിക്ക് ഇതുവരെയായിട്ട് ശ്രുതി വന്നിട്ടില്ല. ഈ സമയം സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല ഇതുവരെയായിട്ടും കല്യാണപ്പെണ്ണ് എത്തിയില്ലേന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞു, എത്തിയെങ്കിലും ഇവിടെ കാണില്ലെന്ന് ചോദിക്കണം. ഓ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യുക, നേരെ പൂക്കടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. പൂക്കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ രേവതിയും ദേവും ലക്ഷ്മിയമ്മയൊക്കെ ഉണ്ട്. ദേവനോട് ചോദിച്ചു, നീ എന്താ ദേവന്ന് ക്ലാസ്സിൽ പാത്തേന്ന് ചോദിക്കണം. അല്ല കല്യാണം അല്ലേ, അതുകൊണ്ട് കല്യാണം ഒന്നും വെച്ചോണ്ട് ലീവ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതിന്റെ ലീവ് എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പറയാം. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയണേ? നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മള് എല്ലാരും വീട്ടിൽ കാണണ്ടേന്ന് ചോദിക്കണം. അതെ, അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവല്ലേ എന്നും പറഞ്ഞ് നേരെ രേവതിനെ വിളിച്ചോണ്ട് കൂടെ മാറ്റിക്കൊണ്ട് പോവാണ്. രേവതിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ദേവിനെ ഇവിടുന്ന് കോളേജിലേക്ക് പറഞ്ഞു വിടാൻ പറയുക. അതെന്താ അങ്ങനെ? ദേവ് കല്യാണം കൂടാൻ വന്നല്ലേ? കല്യാണം കൂടാൻ വന്നോക്കെയാ, പക്ഷെ കാര്യമുണ്ട്. മിക്കവാറും അവള് തേച്ചിട്ട് പോയ ലക്ഷണമുണ്ട്. ഇത്ര സമയമായിട്ട് വന്നിട്ടില്ലോ. അവള് വന്നില്ലേ മിക്കവാറും അവസാനം എല്ലാരും കൂടെ ദേവിന്റെ കാലിലേക്ക് വീണ് അവനെ കല്യാണം കഴിക്കാൻ പറയും. അങ്ങനെയൊക്കെ സംഭവിക്കും, അറിയാലോ നിനക്ക്. ഇത് കേട്ടപ്പോ രേവതി, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പോലും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവനാ പറ്റിച്ചിട്ടേക്ക് പോയെങ്കിൽ ഈ തവണ മിക്കവാറും അവളായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേവതിക്ക് ചിരിയും കൂടെ വന്നു. അപ്പോഴാണ് ദേവു അങ്ങോട്ട് വരുന്നത്. ദേവു പറഞ്ഞു, എന്താ രണ്ടുപേരും കൂടെ സ്വകാര്യം ചോദിക്കണേ? ഒന്നുമില്ല. പിന്നീട് സച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞു. അതെ, ഇനിയിപ്പം സപ്പോസ് അവള് വന്നിട്ട്
അവനാ പോകുന്നെങ്കിൽ അവനോട് ശ്രീകാന്തിനോട് ഇവിടുന്ന് മുങ്ങിക്കോളാൻ പറ. മിക്കവാറും ഇനി അവളുടെ കഴുത്തിൽ ശ്രീകാന്ത് കല്യാണം താലി കെട്ടേണ്ട വരുമെന്ന് പറയാ. സച്ചി ഇതൊക്കെ മുൻകൂർ കണ്ട് പറയുന്ന. സച്ചിക്ക് ഒരു അനുഭവം ഉള്ളതുകൊണ്ടാ സച്ചി ഇങ്ങനെ പറയണേ. എന്ത് വേണമെങ്കിലും സംഭവിക്കുമല്ലോ, അതുകൊണ്ടാ പറയണേ. ഇതും പറഞ്ഞിട്ട് സച്ചി നേരെ രവീന്ദ്രന്റെ അടുത്ത്, അല്ലച്ചാ ഇതിനായിട്ടും പെണ്ണ് വന്നില്ലേന്ന് ചോദിക്കണം. വന്നില്ല. ഓ, അവളിനി വരാനൊന്നും പോകുന്നില്ലായിരിക്കും. അവള് തേച്ചിട്ട് പോയ ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, എടാ അറം പറ്റുന്നൊന്നും പറയലേടാന്ന് പറയണ. ഓഹോ, ഇപ്പൊ ടെൻഷൻ ഉണ്ടല്ലേ? അന്ന് എന്റെ രവീന്ദ്രൻ കല്യാണത്തിന് നീ ടെൻഷൻ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഭയങ്കര ടെൻഷൻ എന്ന് ചോദിക്കുക. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക. ഈ സമയം ശ്രുതി അകത്തുനിന്ന് വരുവാണ്. അമ്മ ഇതുവരായിട്ട് ശ്രുതി വന്നില്ലേന്ന് ചോദിച്ചു. ഇല്ല മോനെ, വന്നിട്ടില്ല. നീ ഒന്ന് വിളിച്ചു നോക്കിയാ. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലെന്ന് പറയാ. പെട്ടെന്ന് വെച്ചാൽ നീ എന്നെ അകത്തായിരുന്നെന്ന് ചോദിക്കുവാണ്. അതേ അച്ഛൻ ഇവനെ സൂക്ഷിച്ചോട്ടോ, ഇവനെ അകത്താ പോയിരിക്കണേ. എപ്പോഴാ വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നു പറയാൻ പറ്റില്ല എന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇവനെ ഞാൻ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ്. സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രവീന്ദ്രൻ സച്ചിനെ വിളിച്ചു. എടാ അവിടെ നിന്നേന്ന് പറയണ. എന്താച്ചാ? അല്ല നിനക്കൊരു ഓട്ടം അങ്ങോട്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഒരു ഓട്ടം പോണാച്ചാ. അന്ന് ഒരു കാര്യം ചെയ്യേ, പെട്ടെന്ന് പോയിട്ട് വാ. മുഹൂർത്തം കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടല്ലോ, അപ്പത്തേനും വന്നാ മതി. അത് ശരിയാച്ചാ, ഇനി പോയിട്ട് വരണോ വേണ്ടോന്ന് ഞാൻ ആലോചിക്കാം. ഒരു കാര്യം ചെയ്യേ, പെണ്ണും വരുവാണെ മാത്രം അച്ഛനൊന്ന് വിളിച്ചാരേ, അന്ന് ഞാൻ തിരിച്ചു വരാം. അല്ലെ പിന്നെ വെറുതെ എന്തിനാ ഇവിടം വരെ വന്ന് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലോ. ആ സമയത്ത് എനിക്ക് വല്ല ഓട്ടം പോയാലോ എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ്. ഈ പോക്കൊണ്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു. ഈ സമയത്ത് ലക്ഷ്മിയമ്മ ദേവതയോട് ചൊല്ല, അവരിതായിട്ട് വന്നില്ല മോളെ. വരാതിരിക്കില്ല എന്ന് പറയാണ്. ദേവ് പറഞ്ഞു, പറയാൻ പറ്റില്ല. അന്ന് ചേച്ചിനെ വേദനിപ്പിച്ചല്ലേ, അവർക്ക് നല്ല ശിക്ഷ തന്നെ ദൈവം കൊടുക്കുള്ളൂ പറയാണ്. അത്രയും വേദനിച്ച് നമ്മളെല്ലാവരും അന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് അതിന്റെ വേദന എന്താന്ന് ഇവരും മനസ്സിലാക്കണമെന്ന് പറയാം. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് ദേവനോട് പറഞ്ഞു, അതെ അവൾ ഇങ്ങോട്ട് ശ്രുതി വരുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചേക്ക്, ഞാൻ അകത്ത് കാണുമെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചന്ദ്രമതി പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ദേവ് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അവര് വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നേ. രേവതി അങ്ങനെയൊന്നും പറയില്ല മോളെന്നുണ്ട്. പിന്നെ പറയാതെ ഇവർ കണ്ട് ഇവരുടെ അഹങ്കാരം കണ്ട് എത്രമാത്രം അഹങ്കാരമാണെന്ന് നോക്കി. അഹങ്കാരത്തിന് നല്ല തിരിച്ചടി തന്നെ കിട്ടണമെന്ന് പറയണം. ഈ സമയം ശ്രുതിയും മീരയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരും. ആകെപ്പാട് ടെൻഷൻ അടിച്ചാ ശ്രുതി വരുന്നേ. ശ്രുതിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തിന് മുറ്റത്തേക്ക് കാർ വന്ന് നിൽക്കുകയാണ്. കാർ വന്ന് നിർത്തി ഇറങ്ങുവാണ്. അപ്പൊ മീര പറഞ്ഞു, നീ ഇങ്ങനെ മുഖം വെച്ചുകൊണ്ടിരിക്കല്ലേ, നല്ല ധൈര്യത്തോടെ ഇരിക്കുക. മുഖമൊക്കെ കണ്ടിട്ടുണ്ട് എന്തോ പോലെ ഇരിക്കണേന്ന് പറയണേ. ഒന്നും കുഴപ്പമില്ല, എനിക്ക് ടെൻഷൻ കാണാൻ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അവര് വന്ന് ഇറങ്ങിയ ദേവ് കണ്ടു. പെട്ടെന്ന് രേവതി പറഞ്ഞു, മോളെ ദേവു നീ പോയി അമ്മയോട് പറഞ്ഞിട്ടോ അവര് വന്നെന്ന് പറയണം. അങ്ങനെ ദേവ് നേരെ അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് എന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു, ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറയണം. ഓ വന്ന അവള് എന്നും പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാടി ബാമേനം കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ട് ഓടി വരുവാണ്. അങ്ങനെ ശ്രുതിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ പറ്റുമോളെ, എന്താ താമസിച്ചേ? ഞങ്ങൾ കുറെ സമയം വെയിറ്റ് ചെയ്യുന്നു പറയണം. പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് മറുപടി പറയണം തരില്ല. ശ്രുതി കിടന്ന് ബബ്ബ അടിച്ചു കഴിയുമ്പോഴത്തേനും മീര പറഞ്ഞു, അതാൻറ്റി പിന്നെ കുറച്ച് വഴി മൊത്തം ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓ അങ്ങ് ടെൻഷൻ അടിച്ചു. അല്ലെ ഫോൺ എടുക്കാത്ത എന്താ? ഫോൺ സൈലന്റ് ആയിട്ട് ബാഗിനകത്ത് കിടക്കുമായിരുന്നു. പക്ഷെ ശ്രുതിയൊന്നും മിണ്ടുന്നില്ല. ശ്രുതിക്കൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. മൊത്തം ചുറ്റുപാട് നോക്കുക. ഇനി അവനെങ്ങാനും ഇവിടെ വന്ന് ഒളിച്ചിരിപ്പുണ്ടോ, എപ്പോഴവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷനോട് കൂടിയാണ് ശ്രുതി നിൽക്കുന്നത്. ഈ സമയത്ത് ശ്രുതി ഓടി വന്നു. ശ്രുതി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ എത്ര തവണ വിളിച്ചു, ഒന്ന് ഫോൺ എടുക്കാൻ വരാമെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ അല്ല ഇത്രയും താമസിച്ച എന്താ? ഒന്നാമത്തെ കാര്യം വഴി മൊത്തം ബ്ലോക്ക്. അത് മാത്രമല്ല മേക്കപ്പിന് കുറെ സമയമുണ്ടല്ലോ, ബ്രൈഡൽ മേക്കപ്പ് അല്ലേ, കുറെ സമയം എടുക്കുമല്ലോ. ഈ സമയമാണ് കലാവതി മുത്തശ്ശൻ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രനും കലാവതി മുത്തശ്ശനെയും കണ്ടപ്പോ ശ്രുതി മുഖത്തൊരു ചിരിയൊക്കെ വരുത്തുവാണ്. ചിരിക്കാതിരിക്കാൻ പറ്റില്ലോ. കലാവതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയാ കാണിച്ചേ? നിനക്ക് ഇതൊക്കെ നേരത്തെ പറയാൻ മേലായിരുന്നു ചോദിക്കുവാണ്. ഇത് എത്ര കാലം ഒളിച്ചു വെക്കുമെന്നോർത്താ നീ ഇരിക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതിക്ക് എന്തും മറുപടി പറയാൻ നിർത്തില്ല മുത്തശ്ശിയോട്. ഞെട്ടിത്തെരിച്ചു. മീര ഒരു നിമിഷം ഞെട്ടി. ദൈവമേ, മുത്തശ്ശി എന്താ പറയാൻ പോണേ? ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നേ. അയാൾ ഇവിടെ വന്ന് എല്ലാം പറഞ്ഞെന്ന് തോന്നേ. അങ്ങനെ തകർന്നടിഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നേ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനിയിപ്പോ വിവാഹം നടക്കുവോ മുടങ്ങുവോ, ആ സമയത്ത് ദാസ് വന്ന് കല്യാണമൊക്കെ മുടക്കുവോ എന്നറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.